ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ആൾക്കാർ നമ്മളെ ഫോൺ ചെയ്ത് വിളിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വീടുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ഒത്തിരി ആൾക്കാർക്കുള്ളൊരു വലിയ സംശയമാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പലരും അതിനെ തങ്ങളിൽ മറ്റ് ആൾക്കാരുമായിട്ട് വഴക്കുകൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതെന്താണ് അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കാം. ഇത് ഒരു വീടാണ്. ഇത് 2 വസ്തുക്കളാണ്. പോട്ടെ, 3 പ്ലോട്ടാണെന്ന് വിചാരിച്ചോളൂ. ഇത് ഒരു ഏക്കർ ഭൂമിയാണെന്ന് എടുത്തോളൂ. ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ റിയൽ എസ്റ്റേറ്റുകാർ ചെയ്യുന്നുണ്ട്. വലിയ വസ്തു വാങ്ങിച്ചിട്ട് അതിനെ പ്ലോട്ടായിട്ട് തിരിച്ച് അതിനകത്ത് വീട് വെച്ചും അല്ലാതെ പ്ലോട്ടുകളായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്. അപ്പം ഇവിടെ നിന്ന് ഒരു റോഡുണ്ട്. ഇവിടെ ഒരു എ എന്ന് പറയുന്ന ഒരു പ്ലോട്ട്, ഇവിടെ ബി എന്ന് പറയുന്നൊരു പ്ലോട്ട്, ഇവിടെ സി എന്ന് പറയുന്നൊരു പ്ലോട്ട്. അപ്പോൾ 3 പ്ലോട്ടുകളുണ്ടെന്ന് കണക്കാക്കുക. ഇതിലെ കിഴക്ക് ഈ ഭാഗത്ത് ഇവർക്കൊരു റോഡും ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ബി എന്ന് പറയുന്ന വീട്ടുകാരൻ ഇവിടെ ഒരു വീട് വെച്ചു. ഈ വീടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഈ പറയപ്പെടുന്ന 4 അതിരുകളാണ് ഇദ്ദേഹത്തിൻ്റെ വസ്തു, ഇദ്ദേഹത്തിൻ്റെ പുരയിടം. ഇതിനകത്ത് ഇയാൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു വീട് വെച്ചു. വീട് വെച്ചപ്പോഴത്തേക്ക് അപ്പുറത്ത് ഉള്ള വസ്തുക്കാരൻ ഇതിൻ്റെ ഈ ദിക്കിൻ്റെ ഈ പ്ലോട്ടിൻ്റെ 4 ദിക്കുകൾ എന്ന് പറയുന്നത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് സൗത്ത്, ഇത് വന്നിട്ട് നോർത്താണ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ 4 ദിക്കുകൾ വരുന്നത്. ഇത് ഈ വസ്തുവിനകത്ത് നോർത്ത് ഈസ്റ്റ്, ഇത് ഈ വസ്തുവിനകത്ത് നോർത്ത് വെസ്റ്റ്, ഇത് ഇവിടെ വന്നിട്ട് വെസ്റ്റ്. അപ്പം ഇവരുടെ വസ്തുവിൽ സംബന്ധിച്ചിടത്തോളം ഇത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ്, ഇത് വന്നിട്ട് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ വസ്തുക്കാരൻ്റെ അല്ലെങ്കിൽ ഈ വീട്ടുകാരൻ്റെ ഒരു പ്രധാന സംശയം, ഇത് ഈ ഒരു വീട്ടുകാരനെന്നല്ല, ആയിരക്കണക്കിന് ആൾക്കാരുടെ സംശയമാണ്. ഇവരുടെ വസ്തുവിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് ഈ സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇവിടെയാണ് കന്നിമൂല. ഇത് കന്നിമൂലയാണ്. അപ്പം ഇവരുടെ കന്നിമൂല ഇതാണല്ലോ. ഇപ്പം ഈ തൊട്ടടുത്ത സി എന്ന് പറയുന്ന പ്ലോട്ടുകാരന് ഈ അദ്ദേഹത്തിൻ്റെ വീട്, ഇത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇതിനെ നമ്മൾ വീണ്ടും 8 ദിക്കുകളുണ്ടല്ലോ. ഇത് സൗത്ത് വന്ന്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് ഇദ്ദേഹത്തിൻ്റെ സൗത്ത് ഈസ്റ്റ്, ഇത് ഇദ്ദേഹത്തിൻ്റെ നോർത്ത് ഈസ്റ്റ്, ഇത് ഇദ്ദേഹത്തിൻ്റെ സൗത്ത് വെസ്റ്റ്, ഇതിവിടെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ നോർത്ത് വെസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ നോർത്ത് വെസ്റ്റ്. ഈ മൂല നോർത്ത് വെസ്റ്റ് ഞാൻ മാറ്റി എഴുതിയാക്കുന്നത്, ഇവിടെ ടോയ്ലറ്റ് വരച്ചാക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് എഴുതേണ്ട നോർത്ത് വെസ്റ്റ് ഞാൻ പുറത്തോട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ നോർത്ത് വെസ്റ്റ് ആണ്. അപ്പം ഇദ്ദേഹം ഒരു വാസ്തുക്കാരനെ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു ടോയ്ലറ്റ് പണിയണമെന്ന് പറഞ്ഞു. പുറത്തൊരു ടോയ്ലറ്റ് വേണമെന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് ചെയ്തു, വലിയ പ്രശ്നമില്ല, വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് പണിഞ്ഞു. അപ്പോൾ ഇവരുടെ സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കന്നിമൂലയാണിത്. അപ്പോൾ ഇവരെ ഈ ടോയ്ലറ്റ് ബാധിക്കുമോ എന്നുള്ളതാണ് ഇവരുടെ സംശയം. അപ്പം ഇവരുടെ വീടിൻ്റെ കന്നിമൂലയാണ്, പക്ഷേ തൊട്ടടുത്ത പറമ്പുകാരൻ അതെന്താണ്, അത് നോർത്ത് വെസ്റ്റ് ആണ്. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റിൽ ഇവരുടെ ടോയ്ലറ്റ് പണിഞ്ഞത് ഇവരുടെ കന്നിമൂലയ്ക്ക് അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഇവരെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇവരുടെ വിഷയം. അത് ഒരിക്കലും ബാധിക്കില്ല. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ പ്രമാണം ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നു, ഇത്രയും അതിരുകളായിട്ട് ഏരിയ തിരിച്ച് പറഞ്ഞിരിക്കുന്നു. അത്രയും സ്ഥലത്ത് തന്നെ ഇവർ വീടിന് ചുറ്റും കോമ്പൗണ്ട് മതിൽ കെട്ടി തിരിച്ചിട്ടുമുണ്ട്. അപ്പം ഇതിൻ്റെ കന്നിമൂല ഇതാണ്. ഒരിക്കലും ഇവിടുത്തെ ഒരു ദോഷം ഈ വസ്തുവിൽ ബാധിക്കത്തില്ല. ഇത് ഒത്തിരി പേർക്കുണ്ടാകുന്നൊരു സംശയമാണ്. ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വീടുകളിൽ ചെല്ലുമ്പോഴും ഫോൺ ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്, അതങ്ങനെയുണ്ട്, അത് നമ്മളെ ബാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അത് നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ട് അത് അവരുടെ പറമ്പാണ്. അവരുടെ ഒരു കാന്തം നമ്മളെടുത്ത് 10 കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്താലും 10 കഷ്ണത്തിനകത്തും ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും സൈഡ് ഉണ്ടെന്ന് പറയുന്നതാണ്. 10 കഷ്ണത്തിനകത്തും ആ കാന്തത്തിൻ്റെ എനർജി ഉണ്ടെന്ന് പറയുന്ന കണക്ക് ഇത് മൊത്തത്തിലൊരു പ്ലോട്ടായിട്ട് കിടന്നപ്പോൾ ഇതിൻ്റെ ഈ തെക്കും വടക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് പക്ഷേ 10 കഷ്ണവും 100 കഷ്ണമായിട്ട് തിരിക്കുമ്പോൾ അത് ഓരോന്നിനും ഓരോ തെക്കും വടക്കും ഉണ്ട്. അപ്പോൾ മറ്റു പറമ്പിൽ അത് നമ്മളെ ബാധിക്കില്ല. നമ്മളുടെ അതിര് തിരിച്ചാൽ മാത്രം മതി.
എപ്പോഴും നമ്മൾ അതിര് തിരിച്ചിരിക്കണം. അതിര് തിരിച്ചില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളെ കൊണ്ട് ഒക്കുന്ന വിധത്തിൽ ഇപ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും ഇപ്പം ഇങ്ങനെ 2 വസ്തുക്കൾ ഒരുപോലെ കിടക്കുകയാണ്, അവരുടെ എതിർത്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതെന്തോ ഇങ്ങനെ ഇട്ടാക്കുന്നത് ഏരിയ തിരിക്കാത്തത് എന്താ, അത് മതിൽ കെട്ടാനൊന്നും ഇപ്പോൾ പൈസ ഇല്ല സാറേ. ഒരു കാര്യം ചെയ്യൂ, ഇവിടെ 2-3 കമ്പുകൾ കുഴിച്ചിട്ടിട്ട് ഒരു പച്ച ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട്, ഇപ്പോൾ നമുക്ക് നെറ്റ് ഉള്ള വാങ്ങിക്കാൻ കിട്ടുമല്ലേ, വാങ്ങിച്ചിട്ട് ഏരിയ ഒന്ന് തിരിച്ചാൽ മാത്രം മതി. അങ്ങനെ തിരിച്ചിട്ട് ഭയങ്കര വ്യത്യാസമുള്ള വീടുകൾ എനിക്കറിയാം, അങ്ങനെ തിരിച്ചിട്ട്. കാരണം ആ മറ്റു പറമ്പിലെ നെഗറ്റീവ് എനർജി വരില്ല. മാത്രവുമല്ല ഇവിടെ ഇങ്ങനെ തിരിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ തെക്കും ഇവരെ പടിഞ്ഞാറും എല്ലാം ഇങ്ങനെ അടഞ്ഞു കിട്ടി. അപ്പം വസ്തുവിൽ ഒരു കന്നിമൂല ഉണ്ടല്ലോ, അപ്പോൾ ഈ കന്നിമൂല അടഞ്ഞു നിൽക്കുമ്പോൾ ഈ വീട്ടിലേക്ക് വരുന്ന എനർജി ഇവിടെ തങ്ങും, വീട്ടിൽ സമ്പത്ത് നിൽക്കും. അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കി അതിനെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പം വീടുകളിൽ ചില കുറ്റങ്ങൾ വന്നെങ്കിൽ ചിലപ്പോൾ എല്ലാവരും വാസ്തു നോക്കി ആയിരിക്കത്തില്ല വീട് വയ്ക്കുന്നത്. എന്നാൽ വാസ്തു നോക്കി വെച്ചവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത് ഒരുപക്ഷെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഒരു ചിലപ്പോൾ വാസ്തു കറക്റ്റായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ചിലപ്പം വാസ്തു നോക്കി ചെയ്താൽ പോലും അറിയാതെ ഇതുപോലെ നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പറഞ്ഞില്ലേ, ഒരാളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വർക്ക് ചെയ്തപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ, അതുപോലെ ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടായാലും അവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഓരോ നിർമ്മിതിയും വാസ്തു നോക്കി അതിനെ കറക്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയും. ഇപ്പം വാസ്തുപ്രകാരം ഉള്ള ഒരു വീട്ടിലാണ് ഒരു ദുഷ്ടൻ താമസിക്കുന്നതെങ്കിൽ പോലും ഈശ്വരൻ അവനെ പന പോലെ വളർത്തുമെന്നാണ് പറയുന്നത് വാസ്തുവിൽ. അതേസമയം എത്ര സത്യസന്ധനായിട്ടുള്ള ഒരാളാണെങ്കിലും വാസ്തു ദോഷമുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അയാൾ താഴേക്ക് പോകുമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വാസ്തു ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങൾ ജീവിക്കൂ. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.